ആദ്യത്തെ സിനിമയാണ്. തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. ഈ സിനിമയെക്കുറിച്ച് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്ത ഈ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിലൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ജീവിതയാത്രയാണ്. അവനൊരു ഗ്രാമത്തിലേക്ക് വരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടാവുന്ന അവൻ്റെ തിക്താനുഭവങ്ങളും, അവനൊരു IPS എടുക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നു. അവിടെ ഉണ്ടാകുന്ന തിക്താനുഭവം കൊണ്ട് അവന് അടിമതറിയാണ്. ആ സമയം അവൻ്റെ കൂടെയുള്ള ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഒപ്പം കൂടുകയും സ്നേഹം, സൗഹൃദം എന്ന് പറയുന്നത് ഒരു അപകടം വരുമ്പോൾ ഒളിച്ചോടാനുള്ളതല്ല, മറിച്ച് ഒപ്പം കൂടെ നിർത്താനുള്ളതാണ് എന്ന സന്ദേശമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിലേതാണ്ട് മലയാള സിനിമയിലെ പ്രമുഖരായ ഏതാണ്ട് 14ഓളം ആൾക്കാരുടെ വ്യക്തികളിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വിജയരാമ സാർ, പിന്നെ സന്തോഷ് കീഴാറ്റൂർ, സുനിൽ സുഗത, കരമനന്ദനാണ് എൻ്റെ മകൻ സുനിൽ കരമന സാർ. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് എല്ലാവരും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ബാക്കി പലരും പറയും. പിന്നെ ഇതിൻ്റെ നിർമ്മാണ നിർവഹണം നിർവഹിച്ചിരിക്കുന്നത് സുനിൽ സാറും സലോമി മാഡമാണ്. തൽക്കാലം ഞാൻ ഇത്ര നിർത്തുന്നു. ബാക്കി തുടരെ നമുക്ക് കേൾക്കാം. നമസ്കാരം. വളരെ സന്തോഷം. ഒരു സിനിമ ആദ്യമായി ഒരു ബീജമുടലെടുക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ഒരു സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സംവിധാനം. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാവുന്നത് ഒരു വലിയൊരു യാത്രയാണ്. പലപ്പോഴും യാത്ര പകുതി വെച്ച് യാത്രയിൽ തടസ്സങ്ങളുണ്ടാവാം. അങ്ങനെ പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു യാത്ര ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായിട്ടാവുമോ അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് സന്തോഷമുണ്ടാവും. അതുകൊണ്ടൊരു നിമിഷമാണ്, സന്തോഷമാണ്. ജൂനിയേഴ്സ് സംവിധായകൻ പറഞ്ഞല്ലോ, അതിലെ നായകനുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന. ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. കുറച്ച് തമാശ ഉണ്ടെങ്കിലും ഒരുപാട് വില്ലനീസൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ചെറിയ സിനിമകൾക്കാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡിൽ നിന്ന് നിൽക്കുന്ന കാലത്ത് സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത്. അപ്പോൾ അത്തരത്തിലെ ഒരു കണ്ടന്റുള്ളൊരു സിനിമയാണ്. ആദ്യത്തെ ഒരു പുഷപ്പിന് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ സഹായം വളരെയധികം സഹായിക്കും. അത്തരത്തിൽ ഒരു സഹകരണമാണ് നിർമ്മാതാക്കളും നമ്മൾ പങ്കെടുത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ അടുത്തൊരു മീറ്റിങ്ങിൽ ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചുകൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുനിലേട്ടാ. ഇനി നമുക്ക് ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും അധികം ആധികാരികമായ ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മുടെ നായകൻ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ നായകൻ കൂടി വരികയാണ് ശരത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ശരത്. ഇതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളം? പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. എൻ്റെ മാത്രമല്ല, ഞാനൊരു 100-something ക്രൂവിൻ്റെ ഒരു 30-35 ദിവസങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു കുടുംബം പോലെ നിന്നുണ്ടാക്കിയ ഒരു എൻജോയ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവിയാണ് ജൂനിയേഴ്സ് ജേർണി. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. പിന്നെ നായകൻ കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ നായിക നമുക്ക് കുടുംബ സദസ്സുകൾക്ക് ഏറ്റവും പ്രിയങ്കരിയാണ്. മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഒരുപാട് പടങ്ങളിൽ ഇങ്ങനെ അല്ലേ നായിക സ്വപ്നം എത്രത്തോളം ഈ സിനിമയിൽ ക്യാരക്ടർ ബേസ് ആയിട്ടുള്ള എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? നായിക സ്വപ്നമൊന്നുമല്ല ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലൊരു കഥയുള്ളൊരു സിനിമയാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ.
ഒരുപാട് ജൂനിയേഴ്സ് ജേർണി എന്നുള്ള പേരും പോലെ തന്നെ ഒരുപാട് ആ ഒരു ഏജിലുള്ള ഈ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാരെയാണ്, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മേജർ ടൈമും സിനിമയിൽ കാണാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള പല ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് കാണുന്ന അതിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കൂടെയാണ്. കാരണം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പോൾ അത് അഭിനയിച്ച് കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വലിയ ഓർമ്മയില്ലത്. കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. ഷൂട്ടിംഗ് സമയമൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇത് റിലീസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇനി പ്രേക്ഷകരാണ് ഇത് കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇങ്ങനെ സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലും അതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും മീറ്റിംഗ് ആണ് സിനിമ റിലീസ് ആവാനായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഹൃദയപൂർവ്വത്തിന്റെ വലിയൊരു സക്സസിന് ശേഷം ഒരുപാട് സിനിമകൾ വരുന്നു, മലയാള സിനിമയുടെ വലിയൊരു ഭാഗമാകുന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ജൂനിയേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്നെ സുല്ലേട്ടൻ ഏത് കോമഡി ഷോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ ഇതിലേക്ക് വിളിച്ചത്. അഭിനയിക്കാൻ വന്നപ്പോഴാണെങ്കിലും ആൻസർ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിനയിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും ഒന്നും കൂടെ ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ ഇനി എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് ആൻസർ മാഷ് നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഈ ഒരു സിനിമയിൽ ആരൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ആൻസർ മാഷിനാണ്. പിന്നെ അതുപോലെ തന്നെ സുനിലേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡ്യൂസറിന് അങ്ങനെയുള്ള ഒരു ജാടയില്ലാതെ നമ്മളെപ്പോലത്തെ ഒരാളായിട്ട് നിന്ന് അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പം ഞാൻ ഇവിടെ ഒരു ചാനലിൽ ഒരു കോമ്പറ്റീഷനിൽ ഒരുപാട് പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം. കാരണം അത്രയ്ക്കും നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സുനിലേട്ടൻ, വിജയരാഘവൻ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. എല്ലാവരും പോലെ ഞാനും വെയിറ്റിംഗ് ആണ് സിനിമ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മൾ ഇത്ര പേരാണ് നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ മാധ്യമങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളാണ് ശരിക്കും ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പം റിവ്യൂ കണ്ടിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പം നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് സ്വാധീനം കൊടുക്കുന്നുണ്ട് നിങ്ങളപ്പം നല്ല സിനിമയാവട്ടെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശ്രദ്ധിക്കപ്പെടട്ടെ, ഇനി ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾ വരട്ടെ, സുല്ലേട്ടൻ ഇതുപോലെ ഒരുപാട് സിനിമകൾ എടുക്കാൻ പറ്റട്ടെ. അപ്പൊ എല്ലാവരും ആശംസകളും. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ ജി. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ അത് ഞാൻ കാർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. മലയാളിയല്ല, തമിഴനാണ്. പകുതി മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് സുന്ദരങ്ങളെ വിളിച്ചിട്ട് ആണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഞാൻ 14 ദിവസം 15 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത്. പിന്നെ എനിക്കാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ മാസ സീൻസ് ഉള്ളത്. ഹീറോയിനേക്കാളും മാസ സീൻസ് എനിക്കാണ്. അത്രയ്ക്കുള്ള ഒരു ബിൽഡപ്പുള്ളൊരു ക്യാരക്ടറാണ് കാർത്തി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ടീം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നന്നായി വരും. നല്ലൊരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ചെറിയ സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ ഓഡിയൻസ് കാണുക, നല്ല അഭിപ്രായം പറയുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ ടീംസിനും ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം. ജൂനിയേഴ്സ് ജേണി എന്നാണ് പേരെങ്കിലും ഞങ്ങൾ കുറച്ച്
ഇതിൽ അഭിനയിച്ചു. എൻ്റെയും അഭിനയത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ആദ്യ സിനിമയാണ്. ആൻസൺ മാഷിൻ്റെ ഡയറക്ഷനിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം ക്യാമറ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും ഭാഗ്യത്തിന് 3-4 സിനിമയൊക്കെ ആയി. ഒരു സാഹിത്യാരി എന്നൊരു ലേബലും ഉണ്ടായിരുന്നു. പിന്നെ ആൻസൺ മാഷിൻ്റെ ശിഷ്യത്വവും സ്വീകരിക്കണമായിരുന്നു. കാരണം എൻ്റെ ഒരു തിരക്കഥ എഴുതണമെന്നൊരു ആഗ്രഹമായിട്ട് നമ്മൾ പുലിമടയിലോട്ടാണ് വന്ന് കയറിയത്. അപ്പോഴാണ് ഇത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു വലിയ അധ്യായം തന്നെയാണ് എന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി ഞാൻ തിരക്കഥ പൂർത്തിയാക്കി. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഫാമിലി പോലെ ആയിരുന്നു ഈ സിനിമയും അതിൻ്റെ പരിസരവും ഒക്കെ. എനിക്ക് ശൈശവത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിലായിരുന്നു എൻ്റെ അനുഭവം. പറഞ്ഞു കേട്ട അനുഭവങ്ങളല്ല നമുക്ക് സിനിമയിൽ നിന്ന് ലഭിച്ചത്. കാരണം യാതൊരുവിധ മോശം അനുഭവങ്ങളോ ആരിൽ നിന്നും ഒരു സങ്കടമോ ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഒരു കുടുംബം പോലെ കുറച്ച് ദിവസം, ഞാൻ വളരെ കുറച്ച് ഇതിലേ ഉള്ളൂ, നായകൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. എന്തായാലും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തുടക്കം നന്നായാൽ എന്നും എപ്പോഴും നന്നാവുമെന്നാണ്. എന്തായാലും മധുരിക്കുന്ന എന്നും ആദ്യത്തെ ഓർമ്മകളാണ്. അതാണ് എൻ്റെയും ജൂനിയേഴ്സ് ജേണിയുടെ ഓർമ്മകൾ. എന്തായാലും ഇവരോടൊപ്പം ഞാനും ഒരു ഭാഗമായതിൽ ഏറെ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ ഇവിടെ കാണാനും നിങ്ങളോടൊപ്പം ഇവിടെ ചെലവിടാനും പറ്റിയ നിമിഷങ്ങളിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷം എല്ലാവരോടും. സിനിമ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് പേര് ടീം വർക്ക് നടക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു നിർമ്മാതാവ് എന്ന ഒരു ഘടകം. അപ്പോൾ കോ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ജൂനിയേഴ്സ് ജേണിയുടെ ഭാഗമായ സറുമി ചേച്ചിയുണ്ട്, അതുപോലെ ജോണി ചേട്ടനുണ്ട്. ഓക്കെ, ഏറെ സ്നേഹത്തോടെ 2 വാക്ക്. നമസ്കാരം. എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കുകയാണ്. അതിലൊരു ചെറിയ പങ്ക് ഞങ്ങൾക്ക് തരാൻ പറ്റിയതും സമൂഹത്തിന് നൽകാൻ പറ്റിയതും സന്തോഷമുണ്ട്. ഈ ഒരു സിനിമയുടെ വിശദാംശങ്ങളൊക്കെ പലരായിട്ട് പറയും. ഈ കുറേ പേരുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരിക്കുമ്പോൾ അതിനൊരു പങ്ക് ഞങ്ങൾക്ക് ചേരാൻ പറ്റിയതും അതിന് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതിനും സന്തോഷമുണ്ട്. നന്ദി. തീർച്ചയായിട്ടും ഇനി കോ പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകുന്നത് നമ്മൾ പ്രൊഡ്യൂസറിലേക്ക് തന്നെയാണ്. ജൂനിയേഴ്സ് ജേണി എന്ന് പറയുന്ന സിനിമ ഇത്രയും അധികം ഒരു ടീം വർക്കായി സക്സസ് ആവുമ്പോൾ ഒരു അഭിനേതാവാകാൻ ആഗ്രഹിക്കുകയും അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുമ്പോൾ പിന്നീട് പണിയെടുത്ത് അതൊരു കൊട്ടാരമാക്കിക്കൊണ്ട് ഈ സിനിമയിൽ വളരെ ശക്തമായിട്ട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള സുനിൽ പണിക്കർ നേരെ സ്നേഹത്തോട് 2 വാക്ക്. എൻ്റെ പേര് സുനിൽ അരവിന്ദ് എന്നാണ്. അപ്പോൾ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തു. ഏട്ടൻ എന്ന കുട്ടികളുടെ സിനിമ, വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ ജൂനിയേഴ്സ് ജേണിയുടെ സ്റ്റോറിയുമായിട്ട് ശ്രീ ആൻസൺ ആന്റണി, എൻ്റെ നാട്ടുകാരനാണ്, നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ലോഹിതദാസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ശ്രീ ആൻസൺ ആന്റണിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ടാവും. അദ്ദേഹം ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ആ കഥ ഞാൻ കേട്ടു. അതിനുശേഷം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് വൈസ് നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് സിനിമ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ സരോജ ചേച്ചി ജോണി ചേട്ടനെ സമീപിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ചിലൊരു വലിയ സന്ദേശം കൊടുക്കലാണോ സിനിമയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയ്ക്കും സന്ദേശം ഉണ്ടാവും. അപ്പോൾ സിനിമ വളരെ ആസ്വാദികരമായി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴും ഒരിക്കലും എന്താ പറയുക, എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് കൂടി സിനിമയിലുണ്ട്. തന്നെയല്ല, സ്റ്റോറിയിൽ വലിയ ട്വിസ്റ്റുകളുണ്ട്. മലയാളത്തിലെ എനിക്ക് തോന്നുന്നത് ഒരു മികച്ച തിരക്കഥ തന്നെയായിരിക്കും ഈ സിനിമ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് ഈ അടുത്ത ദിവസത്തെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യണം. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിനെ കൂടി കോമ്പ്ലിക്കേഷൻ ഒന്നുമില്ല. സെൻസറിനെ കൂടി ഒരു പേപ്പർ വരാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നമുക്ക്
സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് ഈ സിനിമ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒട്ടേറെ തലങ്ങളിൽ, ഇതിൻ്റെ പ്രൊഡക്ഷനിലാണെങ്കിലും പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എഡിറ്റർ വളരെ മികച്ച എഡിറ്ററായിട്ടുള്ള ശ്രീ ജോൺ കുട്ടിയാണ് നമ്മുടെ സിനിമയുടെ ചില പുലിമുരുകൻ്റെയും മാസ്റ്റർ പീസിൻ്റെയും മായാപുരിയുടെയും ജയഹയുടെയും ഒക്കെ എഡിറ്ററായിട്ടുള്ള ജോൺ കുട്ടിയാണ് സിനിമയുടെ എഡിറ്റർ. ജയ സാറിൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാനായിട്ടുള്ള ഷിനോപ് ടി ചാക്കോയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷജിത് തിക്കോടി ഇതേപോലെ തന്നെ ഉണ്ട്. ഈ സിനിമയുടെ PR നമുക്കെല്ലാവർക്കും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഐമനം സാജൻ എന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് അറിയാം. അദ്ദേഹത്തോടുള്ള നന്ദിയും കൂടി അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ ശ്രീ സൈനിക് ചാവക്കാട് ഈ സിനിമയുടെ ഏകദേശം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച സമയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സൈനിക് ചാവക്കാടിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഫിനിഷിംഗ് സമയത്ത് പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനീത രമേഷ് ദൂരദർശനിലെ ന്യൂസുകളാണ്. ഒരു രണ്ടുപേരോടുള്ള നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് ഇത്രയും മാധ്യമങ്ങൾ, എനിക്ക് വളരെ ഒരു 30-35ഓളം മാധ്യമങ്ങളുടെ പതിയും വന്നിട്ടുണ്ട്. നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. നിങ്ങളാണ് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാത്രം സൂചിപ്പിക്കാൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. കാതർക ഈ സിനിമയെ കുറിച്ചുള്ള ഒരു വിഷനും ഒരു എക്സ്പീരിയൻസും. താങ്ക് യു. സിനിമ എന്നൊരു മാധ്യമം ഇന്ന് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് പ്രധാനമായി വേണം. പക്ഷേ ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ എനർജി എന്താണെന്ന് ചോദിച്ചാൽ, 1-2 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളെന്ന നിലയിൽ എനിക്ക് സുരേട്ടൻ്റെ പേര് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു എന്നെ പറ്റിയൊന്നും പറയരുത്. പക്ഷേ പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ വർക്കും കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് എടുക്കണമെന്ന് ഒരു അനുഭവം ഉള്ളതിൻ്റെ പേരിൽ പറയാണ്. ഈ സിനിമയുടെ പേരിൽ സുരേട്ടന് വലിയൊരു സല്യൂട്ട് തന്നെ നൽകണം. പിന്നെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ലോയിസ് സാറും എൻ്റെ ഗുരുനാഥനുമായ ലോയിസ് സാറിൻ്റെ കൂടെ എല്ലാ സിനിമകളിലും വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ യാത്രയിൽ ഞാനും ഇതിൻ്റെ സംവിധായകനും രചയിതാവുമായ ആൻസേട്ടനും ഒന്നിച്ചായിരുന്നു ഞങ്ങളുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ 1-2 കഥാപാത്രത്തിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം ഈ സിനിമയിലേതാണ്. അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആൻസേട്ടനോട് നന്ദി പറയുന്നു. മനോഹരമായ സിനിമയായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. സന്തോഷം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ജൂനിയർ സ്റ്റേഡിയം തിയേറ്ററിലേക്ക് എത്തിയാണ്. ഈ സിനിമയുടെ നിർമ്മാതാവ് സുനിൽ അരവിന്ദ്, അതുപോലെ തന്നെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ടുള്ള സലോനി ജോണി, അതുപോലെ ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ആൻസൺ ആൻ്റണി, ഇവരെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവാണ് സുനിൽ അരവിന്ദ്. അതിനുശേഷം 7 സിനിമകൾ, ഇപ്പോൾ ലാസ്റ്റ് തമിഴ് ആർക്കെന്ന് മൂവി, ശേഷം രഘുറാം എന്ന സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന, പല കാര്യങ്ങളിലും പല പ്രതിസന്ധികളിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്തായാലും അതിനോടുള്ള സ്നേഹം ഞാൻ ജൂനിയർ മുഴുവൻ ടീമിനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമ നല്ല ഭംഗിയുള്ളൊരു സിനിമയാണ്. ഈ സിനിമ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളുടെ കയ്യിലാണുള്ളത്. കാരണം ഈ സിനിമയെ വലിയൊരു രീതിയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ ജൂനിയർ സ്റ്റേഡിയുടെ ഇത് സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ
സുഹൃത്തുക്കളെല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അവതാരകനായി പോയതാണ്. ശരിക്കും ഇതിനകത്തൊരു ചെയർ എനിക്കുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് സിനിമയിലൊക്കെ ഒരു 5-6 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂട്ടുകാരെ വിളിച്ച് പറയുന്നത് എൻ്റെ സീൻ വരുന്നുണ്ട്, ഷർട്ട് നോക്കിക്കോണം എന്ന് പറയും. അങ്ങനെ പാസ് ചെയ്തു പോകും. പക്ഷേ എനിക്കും ഈ സിനിമയ്ക്കകത്ത് ഞാൻ സുനിലേട്ടനടുത്ത് ചെന്നപ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് വിമലേട്ടൻ എന്ന് പറഞ്ഞ സിംഗറാണ് എനിക്ക് സുനിലേട്ടനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഒരു 3 സീനുള്ളൊരു കഥാപാത്രം സുനിൽ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ സുനിലേട്ട എനിക്ക് ആദ്യം പറഞ്ഞ കഥാപാത്രം സുനിലായിരുന്നു. ഒരു 3 സീനായിരുന്നു. പക്ഷെ അത് മണിയിലേക്ക് മാറിയപ്പോൾ ആ സിനിമയുടെ ജൂനിയേഴ്സ് ജേണിയുടെ ഒരു കഥാപാത്രമായിട്ട് മാറാൻ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമാണ്. ഞാൻ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു സിനിമയിൽ ഇത്രയും നല്ലൊരു കഥാപാത്രത്തെ എന്നെ ഏൽപ്പിക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് സുനിലേട്ട താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ സൗമ്യ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഏറ്റവും കംഫർട്ടാക്കുക, ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കംഫർട്ടാകുന്നത് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. ലോഹി സാറിൻ്റെ ബ്ലെസ്സിങ് ഈ മൊമെൻറ്റിൽ ഇവിടെ ഉണ്ട്, ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അത്രയേറെ ലോഹി സാറിനെ മനസ്സിൽ ആരാധിക്കുന്ന ആൻസൺ ചേട്ടൻ ചെയ്യുന്ന ഈ സിനിമ ഞങ്ങൾക്കെല്ലാം ഏറ്റവും മനോഹരമായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന സിനിമയാണ്. ഇപ്പോൾ കാന്താര പോലെ സിനിമയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടൊക്കെ നിൽക്കുന്ന ഡബ്ബിങ് ആണ് ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഡബ്ബിങ്ങിൽ നിന്ന് അഭിനയത്തിലേക്ക് വരാനുള്ള ഒരു സ്വപ്നത്തിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള വലിയ പ്രാർത്ഥനയോടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അതും ഞാനും ഈ ഒരു അവസരത്തിൽ ഭാഗമായതിൻ്റെ ഒരു നന്ദി എല്ലാവരോടും അറിയിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളേറെ ധന്യമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വൻ ഹിറ്റാകാൻ പോകുന്ന ഒരു സിനിമയുടെ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ മെഗാ പ്രസ് റിലീസിലാണ് നമ്മളിരിക്കുന്നത്. ഇത്രയും അധികം മീഡിയ പേഴ്സൺസ് ഇവിടെ സന്നിഹിതരായപ്പോൾ തന്നെ ഈ പടത്തിൻ്റെ വിജയം സുനിശ്ചിതമായി. നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് മറ്റൊരു തമിഴ് സിനിമയും എനിക്ക് സുനിൽജി തന്നിരുന്നു. ചേട്ടനൊന്നുമല്ല, അയ്യനാണ്. അപ്പോൾ അത് RK വെള്ളിമെക്കം എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രത്തിൽ ഞാൻ പാടി. അതിനുശേഷം ഇപ്പോൾ ഈ ജൂനിയേഴ്സ് ജേണിയിലും പാടാനുള്ള അവസരം നൽകി. താങ്ക് യു, വളരെ നന്ദി. അതെ, തമിഴിൻ്റെ ഡയറക്ടർ സയ്യോ ചാവക്കാട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരിഷ മോഹൻ. സൈനോ ചാവക്കാടൻ സാർ ഡയറക്റ്റ് ചെയ്ത ആക്ഷൻ ത്രില്ലർ മൂവി രഘുറാമിലെ നായികയായി ചെയ്തു. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സുനിൽ സർ. അവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ആൻസൺ ആന്റണി സാർ ഡയറക്ഷൻ ചെയ്ത് സുനിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത് കോ-പ്രൊഡ്യൂസേഴ്സ് സലോമി, ജോണി. ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ ഈ ഒരു മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ഒരു മൂവി ഒരു വിജയമാകട്ടെ. താങ്ക് യു. സാറിന്റെ ഒരു ശൈലി ഏതായാലും എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാഹിത്യ മാഡത്തിന്റെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് പറഞ്ഞു, ഇത് ഒരു വളരെ മാനസിക പിരി കൊടുക്കാനുള്ള സ്ക്രിപ്റ്റാണ്, വളരെ അടുക്കും ചെട്ടിയുള്ള സ്ക്രിപ്റ്റാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇതെങ്ങനെ എഴുതാൻ പറ്റിയെന്നാണ് നിങ്ങൾ അറിഞ്ഞില്ല. അപ്പം അങ്ങനെയല്ല, അങ്ങനെ എഴുതി പോവുകയാണ്. കാരണം അവിടെ എഴുതി ഇന്നതല്ല, ദൈവം തരുന്ന ഗിഫ്റ്റാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ജയശ്രീ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ നമുക്ക് അന്ന് ഇന്ന് വരെ ഇപ്പോൾ ഉള്ള ആരും വേണ്ടാന്നൊരു നിർബന്ധം ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്കുള്ളവരാരും നമുക്ക് സിനിമയിൽ വേണ്ട. അത് വന്നതിന് ഒരു മുൻപതിയോടെ എനിക്ക് സിനിമ കാണണം. അതുകൊണ്ട് ആ രീതിയിൽ വേണം, നമുക്കൊരു പുതിയൊരു ആളെ വേണം. അങ്ങനെയാണ് ആ ലക്ഷ്യത്തിന് ഭാഗമായിട്ടാണ് ശരത്തിനെ ഞങ്ങൾ വേണ്ടത്. ശരത്ത് അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ സൗമ്യനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിനിമ അഭിനയിക്കാൻ ആൾക്കാണ് ആഗ്രഹമില്ലാത്തത് തന്നെയല്ല, എല്ലാവരും പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുശേഷം ഞങ്ങൾ വന്ന് അദ്ദേഹത്തിനെ സംസാരിച്ചു.
സംസാരിച്ചതിന് ശേഷം ഏതാണ്ട് 3 മാസത്തോളം ഞങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ചു എന്നുള്ളത് സാധാരണഗതിയിൽ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് അത്ര ശക്തമായിരുന്നു, കഠിനമായിരുന്നു. മിക്കവാറും ഞാൻ സുനിലിനോട് പറഞ്ഞ് മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടിട്ട് പോകും. പക്ഷേ ഈ 3 മാസവും കൃത്യമായിട്ട് വരികയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഇല്ലെങ്കിൽ തന്നെ തിരിച്ചു വരും. എന്താ ഞാൻ എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചിട്ട് വരികയും ചെയ്യുന്നു. അത്രയും ഇൻട്രസ്റ്റോടുകൂടി മലയാള സിനിമയ്ക്ക് ഇദ്ദേഹം ഒരു വാക്കാണ്, എന്ന് ഉറപ്പുണ്ട്. എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഈ ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകളുണ്ടാവും. കാരണം അത്ര തന്മയത്വത്തോടെ അത്രയും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ എനിക്കത് തിരിച്ചു തന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണാൻ മനസ്സിലാവും. ഒരു ചെറുപ്പക്കാരൻ, പുതിയൊരു നവാഗതനായ ഒരു ചെറുപ്പക്കാരൻ അഭിനയിച്ചതല്ല ഈ സിനിമ. നിങ്ങൾ സിനിമ കണ്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവസാനം നമുക്ക് കണ്ണീരോടെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് മനസ്സിൽ നിൽക്കുന്നത്. തിരിച്ച് സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഈ കണ്ണീരും സങ്കടവും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇത്രയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയാനുള്ളത്. വീണ്ടും പറയാം. ബാക്കി നമുക്ക് വിജയത്തിന് ശേഷം അല്ലെ സംസാരിക്കാം. ഓക്കെ, എന്തായാലും ഇത് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലെ വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മീഡിയക്കാരെന്ന രീതിയിൽ നിങ്ങൾക്കറിയാനുള്ള ചോദ്യങ്ങളും കൂടി ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ തന്നെ നമ്മളോടൊപ്പം ഒരു അതിഥി ഇവിടെ ഉണ്ട്. ശ്രീ മുരളി ജയൻ, നമുക്കറിയാം, എല്ലാവർക്കും പരിചിതനാണ്. ഞാൻ ഒരു 4 വർഷത്തിലധികമായിട്ട് എനിക്ക് നിരന്തരമായ സമ്പർക്കമുള്ള സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ വളരെ സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വലിയ ആത്മസംഘർഷം. എനിക്ക് ഓർമ്മ വന്നൊരു സിനിമ കൂടി പറയാം. ലാൽസലാം എന്ന സിനിമയിൽ ലാലേട്ടൻ മുരളി എന്ന മഹാനായ നടന്റെ ആ കഥാപാത്രത്തിന്റെ മകനെ ചേർത്ത് പിടിക്കുന്ന രംഗമുണ്ട്. സിനിമ തീരാറാവുണ്ട്. സ്വന്തം അച്ഛന്റെ ആ അച്ഛനുള്ള ഐഡന്റിറ്റിയെ ആർക്കൊക്കെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി അതിനുവേണ്ടി 45 വർഷം പോരാടുന്ന പറഞ്ഞ ചെറിയ കാര്യമല്ല. 1 വർഷം വരെ 2 വർഷം 10 വർഷം വരെ വെച്ച് അത് ആർക്കെങ്കിലും വലിയ ഷോക്ക് ലഭിച്ച എന്നല്ല. ശ്രീ മുരളി ജയൻ അദ്ദേഹം ഫൈറ്ററാണ്, അദ്ദേഹം പോരാളിയാണ്, അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ആദ്യമായിട്ട് കേരളത്തിലെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം രഘുറാമൻ അദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് ഇത്. അഭിനയിച്ചിട്ടില്ല, ഇതിന് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ എല്ലാ സെറ്റപ്പും ഗെറ്റപ്പും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കും, വളരെ ആദരവ് കൊടുക്കും. ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ചെറിയ നോവ് പോലും ഉണ്ടാകുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. നിങ്ങൾ മാധ്യമങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കമന്റ് ഇടുന്ന ആളുകൾ അവരുടെ കാഴ്ചപ്പാടുകളായിരിക്കും ഇടുന്നത്. പക്ഷെ അവർ പോലും വരും കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ജൂനിയർ സ്റ്റേഡിക്ക് വേണ്ടി ശ്രീ ഇതിഹാസ താരം ശ്രീ ജയൻ സാറിനെ, ഞാൻ ആരാധിക്കുന്ന ജയൻ സാറിന്റെ മകൻ ശ്രീ മുരളി ജയൻ, അദ്ദേഹം സംസാരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിപ്പം ഈ സ്റ്റേജിൽ വന്നിരിക്കാനുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് രഘുറാം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം നടന്നവർക്ക് മാത്രം. അതിൻ്റെ ഡയറക്ടർ ശ്രീ സൈനു ചാവക്കാട്, പിന്നെ സുനിൽ സാറ് തുടങ്ങിയ 2 പേരും ചേർന്നാണ് എനിക്ക് അതിനകത്തൊരു വേഷം തന്നത്. ആ വേഷം പോയി ചിലർക്ക് പറഞ്ഞ ജസ്റ്റ് ഒരു ചെറിയ വേഷം മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ചിട്ടൊരു ക്യാരക്ടർ കൂടുതലായിരിക്കുന്നു. ഫൈറ്റാണെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഫൈറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെന്നതിന് അവിടെ ചെല്ലാൻ കുറച്ച് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമയുടെ പ്രൊമോ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ലെവല് അങ്ങ് മാറി. ലോക മലയാളീസിൻ്റെ ഏതാണ്ട് 95% ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേർക്കപ്പെട്ടു. അതുമാത്രമല്ല, പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കൾ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ഞാൻ ചേർന്നു. അവരെല്ലാം കൂടി ചേർന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ കണ്ട് അവരിങ്ങനെ എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. തിരുവനന്തപുരത്തൊരു സിനിമ, ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ട് ഡബിങ്ങിൽ ചെന്നപ്പം
കുഞ്ഞു മക്കൾ, ഒരു 10ാം ക്ലാസ്സിനകത്ത് വരുന്ന കുഞ്ഞു മക്കൾ കുറെ പേര് വരുന്ന അതിലൊരു പയ്യൻ ഡേ നമ്മുടെ മുരളിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ജനങ്ങളിലേക്കെല്ലാം എത്തിച്ചത് ഇവിടുത്തെ സോഷ്യൽ മീഡിയക്കാരാണ്. എന്നെ ഈ സ്റ്റേജിൽ എത്തിക്കുന്നത് എത്രയോ വർഷം ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിൻ്റെ പേരിലും സോഷ്യൽ മീഡിയയാണ്, ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരൊക്കെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഭാഗമെന്ന് പറയുന്നത് ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ സിനിമയുടെ സംവിധായകനായ ശ്രീ സുനിൽ സാർ ക്ഷണിക്കുകയുണ്ടായി. നിർമ്മാതാവായ സുനിൽ സാർ എന്നെ ക്ഷണിച്ചു. അതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ശ്രീമതി സലോമി മാഡം, പിന്നെ ശ്രീ ജോണി സാറ് എല്ലാം കൂടി ചേർന്നാണ് എന്നെ ക്ഷണിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്ക് അതിജീവനത്തിൻ്റെ ഒരു പ്രയാണത്തിൻ്റെ കഥ. അപ്പം ഞാൻ ആലോചിച്ച് എൻ്റെ ജീവിതവും അത് തന്നെയാണ്. ഞാനും അതിജീവനത്തിൻ്റെ പ്രയാണത്തിലാണ്. ഒരു നിസ്സാരമായ ഒരു കാര്യം, എൻ്റെ അച്ഛൻ്റെ പേര്, എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്ന് ചേർക്കണം, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അതിനേക്കാൾ മറ്റൊരു പ്രത്യേകത, ഈ സിനിമയിലെ നായകൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേരിനോടുള്ള ജയൻ എന്നാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഈ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിലേക്ക് വന്നത്. വളരെയധികം സന്തോഷം. മറ്റൊരു ചെറിയൊരു വിഷമം എന്ന് പറയുകയാണ്, വേറൊന്നുമല്ല, ഇതിൻ്റെ സീനും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കും കൂടി ഇതിനകത്ത് പങ്കുചേരാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം. ഇച്ചിരി കൂടി മുമ്പേ നമ്മുടെ സൈനു ചാർക്കയുടെ അദ്ദേഹവും സുൽസാനൊക്കെ എന്നെ നേരത്തെ ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. കഥയുടെ അവിടെ ഇവിടേക്ക് ഞാൻ കേട്ടോളൂ. ഈ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമ സൂപ്പറായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. അതിനേക്കാൾ മറ്റൊരു കാര്യം പറയുന്നത്, അതിൻ്റെ നായകൻ, സുന്ദരനായ ഒരു നായകൻ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. കുഞ്ചാക്കോബിനൊക്കെ ഒത്തിരി നായകന്മാരെ കണ്ടു. ഇദ്ദേഹവും മലയാള സിനിമയിൽ ഒരു വൻ താരമായി മാറിയത് ഞാൻ ഈ അവസരത്തിൽ നടത്തിച്ചുള്ളൂ. മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം വമ്പൻ താരമാണ്. മീനാക്ഷി മോളെ ഞാൻ പണ്ട് ഏഷ്യാനെറ്റ് വെച്ച് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ്, അന്ന് മോളെ കുറച്ചിരി ഉള്ളൂ. വലിയ താരവും ഭയങ്കര പദവിയൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും നല്ലവണ്ണം ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്ഷണം കിട്ടിയത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു ചോദ്യം, അത് എണ്ണീറ്റിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ മുരളി ജയനാണോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്? ആണോ? മാറ്റമില്ലേ? അതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചത് നമ്മുടെ സുനിൽ സാറാണ്. അപ്പോൾ എന്നെ ഇന്നലെ രാവിലെ തന്നെ എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ മുതൽ ഈ ഞാനിങ്ങനെയുള്ള പരിപാടിക്കൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പൊ ഇതിന്റെ ആ ഒരു ഇതിലേക്ക് ഇഴുകി ചേരാൻ വേണ്ടി എന്നെയും കൊണ്ട് എറണാകുളം മൊത്തം ഇന്നലെ ചുറ്റിപ്പിച്ചു. അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. പിന്നെ എന്നെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് എന്നെ ഈ ഒരു എൻ്റെ അച്ഛൻ്റെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരും ചേർന്നാണ് എന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചത്. അപ്പം എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. തിരക്കൊന്നും ബ്ലോക്കായിരുന്നു, അതുകൊണ്ടാണ് ഒരു തിരക്കുമില്ല. ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നതാണ് ഒരു സിനിമയുടെ, വലിയൊരു സിനിമയുടെ ഇത്രയും ക്യാമറ ജീവിതത്തിൽ അതിട്ട് കാണുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ കിട്ടുന്നത് ഈ സിനിമയാണ്. അതിൽ ഇതിൻ്റെ നിർമ്മാതാവിനോടും ഡയറക്ടറോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒപ്പം ഇതിൻ്റെ കൺട്രോൾ ഷെയ്ഖ് സാറുമായിട്ട് ഇപ്പം 7ാമത്തെ പടമാണ്. പ്രിയപ്പെട്ട മീനാക്ഷിയായിട്ട് 2ാമത്തെ സിനിമ. എന്തായാലും ഒരുപാട് പേരുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമയിൽ നല്ല വേഷം, ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം ഞാനൊരു വ്യത്യസ്തമായ കഥാപാത്രം, കുടിക്കാത്തൊരു കഥാപാത്രം ചെയ്ത സിനിമ ഇതാണ്. മറ്റെനിക്ക് കിട്ടിയ എല്ലാ സിനിമയിലും ഞാൻ കുടിയെന്നാണ് ചെയ്തത്. എനിക്ക് നല്ലൊരു വേഷം, ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കുന്നില്ല, കഞ്ചാവ് മാത്രം വലിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ. അപ്പം എന്തായാലും ജീവിതത്തിൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെ വേഷം തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരും സിനിമ കാണണം എന്ന അപേക്ഷയുണ്ട്. കാരണം ഇതൊരു ന്യൂ ജനറേഷൻ്റെ സിനിമയാണ് ഈ സിനിമ. ഇതിൻ്റെ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. തുടക്കം മുതൽ നമ്മൾ ഈ പടം കാണുമ്പോൾ അറിയാൻ പറ്റും എന്തിനാണ് ചെറുപ്പക്കാരെ എന്തിനാണ് അനാവശ്യമായിട്ട് കുറ്റം പറയുന്നത്, അല്ല അവരിലേക്ക് എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നത്. അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യമില്ല, ചില സ്വാതന്ത്ര്യം, അല്ല അവരെ വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നല്ലൊരു സിനിമയാണ്.
ഇതിലും എനിക്ക് വേഷം നല്ലവരായ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ ഡയറക്ടർക്കും മറ്റുള്ള എല്ലാ ക്രൂവിനും നന്ദി അറിയിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. This is Vinita Ramesh from Pondicherry. I'm not that good in Malayalam, so let me speak in English. So thank you so much. I'm also invited to be a part of this film. And without press, nothing happens. And please support us. Junior's Journey is a good film. So do support us and watch the movie in theaters. Thank you so much. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു നല്ല രസമായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം പെട്ടെന്ന് റിലീസ് ആവട്ടെ എന്ന് ഞാൻ ഇനി നമുക്ക് സിനിമ എന്നുള്ളത് ഒരാളുടെ മാത്രം സ്വപ്നമായിരിക്കില്ല, ഒരു കൂട്ടായ്മയുടെ സ്വപ്നമായിരിക്കും. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും എഫേർട്ട് ഇട്ട് ഇറങ്ങുമ്പോഴായിരിക്കും അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പം എല്ലാ സിനിമാക്കാരോട് ചോദിച്ചാലും പാടാം, അല്ലെങ്കിൽ ഈ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും ഒരു സിനിമ നോക്കുക, ഒരു തവണ തല കാണിക്കുക, സ്ക്രിപ്റ്റ് എഴുതുക, ഡയറക്റ്റ് ചെയ്യുക, ക്യാമറ ചെയ്യുക, എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ ആ സ്ക്രീനിൽ നമ്മുടെ പേര് എഴുതി കാണിക്കുന്ന മൊമെൻറ്റ് ചെറിയൊരു മൊമെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ മൊമെൻറ്റിലേക്കാണ് താങ്കൾക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ജേർണി അല്ലെങ്കിൽ അതിനു വേണ്ടി എടുത്ത സ്ട്രഗിൾസ് ഞാനൊരു 15 വർഷമായിട്ട് സിനിമ പറയാം. അപ്പൊ സിനിമ അടിസ്ഥാനപരമായിട്ട് സിനിമ ഒരു തിരക്കഥയാണ്, ഒരു കഥയും തിരക്കഥയാണ് സിനിമ എന്ന് തന്നെയാണ് അന്നും ഇന്നും എന്റെ വിശ്വാസം. അപ്പൊ തിരക്കഥ എത്രമാത്രം ശക്തമായിരിക്കുന്നോ അതനുസരിച്ച് നല്ലൊരു സിനിമയാവും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇതിനോട് ബന്ധപ്പെട്ടത്. ഞാനിത് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സിനിമയല്ല. ഈ സിനിമയുടെ കഥയുമായിട്ട് ഞാൻ സുനിലരവിന്ദനെ കാണുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇത് മാഷ് തന്നെ ചെയ്താൽ മതി, വേറെ ആരെയും. ഇത്രയും കൃത്യമായിട്ട് ഓരോ കഥാപാത്രത്തെ കുറിച്ചും ഈ കഥാസന്ദർഭത്തിനെ കുറിച്ചും ഇത്രയും ധാരണ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയും ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പൊ സംവിധായകനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ലോഹിത് സാറിന്റെ ശിഷ്യനാണ്, അല്ലാതെ ലോഹിത് സാറിന്റെ അസോസിയേറ്റ് അല്ല. അദ്ദേഹത്തിന് കൂടി ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എന്ന് തന്നെ പറയാം, ഒരു 6 വർഷത്തോളം പുള്ളിക്കാർക്ക് ഒരുമിച്ച് എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ എങ്ങനെ പഠിക്കാം, തിരക്കഥകളെ കുറിച്ച് ഓരോ തിരക്കഥകളെ കുറിച്ച് ഞാൻ അനലൈസ് ചെയ്യും, അതിനെക്കുറിച്ച് അങ്ങനെ സ്വന്തം എഴുതപ്പെട്ട ഒരു സിനിമയാണ് ഇത്. എല്ലാവരുടെയും സ്വപ്നം പോലെ എന്റെ സ്വപ്നമാണ്. ഇതിനകത്ത് ഏറ്റവും ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ ടീം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആദ്യം തിരക്കഥ ഉണ്ടാക്കി, അതിനുശേഷം ആ തിരക്കഥയിലേക്ക് പറ്റിയ ആൾക്കാർ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതില് ഇപ്പോ രമ എന്ന് പറയുന്ന കഥാപാത്രം ഒരു അത്യാവശ്യം സുന്ദരിയായിരിക്കണം, ഒരു 35-40 വയസ്സിനോളം 35-40 വയസ്സിനോടൊക്കെയുള്ള ഒരു കഥാപാത്രമായിരിക്കണം, ഒരാളായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിയാണ് സൗമ്യ. അന്ന് സൗമ്യനെ ഇത് പറയുമ്പോൾ സൗമ്യ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഞാൻ സിനിമനെ വിളിക്കുന്നത്, എനിക്കത് പേടിയാണ് എന്നുള്ളത്. അപ്പൊ അത് പേടിക്കുന്ന കാര്യമില്ല, കഥാപാത്രം അത്ര ശക്തമാണ്, അത് നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ മതി. അത് കൃത്യമായിട്ട് സൗമ്യക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റോളാണ് പറയുന്നത്. കിട്ടാവുന്നതല്ല ഇപ്പോൾ ഉള്ളത്, ഇനി കിട്ടാൻ നന്നായിട്ട് നല്ല രീതിയിൽ സൗമ്യ മലയാള സിനിമയിൽ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അതുപോലെ അദ്ദേഹം കാട്ടുകണ്ടത്തിൽ ഈശിയാവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിന് കൊച്ചുപോളായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് നായിക വരുന്നത്. ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രമാണിയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മാടമ്പി സ്റ്റൈലിലൊരാളാണ്. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും കൃത്യമായ ധാരണ അതനുസരിച്ച് ആൾക്കാരെ നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുകയാണ്. ഇതിനകത്ത് ശശി എന്ന് പറയുന്ന കഥാപാത്രം, അതാണ് കോബ്ര രാജേഷ് അവതരിപ്പിക്കുന്നത്. കോബ്ര രാജേഷ് എന്ന് പറയുന്ന ഒരു നടൻ ഇത്രയും കാലിബറുണ്ട് എന്ന് മനസ്സിലാക്കിയത്
ആ അഭിനയം കഴിഞ്ഞിട്ട് ഇത് ഡബ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ മ്യൂസിക്കും കൂടി കഴിഞ്ഞതിന് ശേഷം ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇത്ര നല്ലതാണ്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അദ്ദേഹം അത്രയും മനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും മണിയായിട്ട് അഭിനയിച്ച അജയദേവൻ, പിന്നെ സന്തോഷ് കീഴാറ്റൂരൊക്കെ ഇതിനകത്ത് ജീവിച്ചിരിക്കുകയാണ്. സേവി എന്ന് പറയുന്ന ഒരു പാർട്ടി സേവി എന്ന് പറയുന്ന വിളിപ്പേരുള്ള ഒരു മനുഷ്യൻ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും വിജയരാഘവ അങ്ങനെ ഓരോരുത്തരുണ്ട്. എല്ലാവരെ കുറിച്ച് പറയുന്ന ഒരേ കഥാപാത്രങ്ങൾക്കും പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ മലയാളത്തിൽ നിന്ന് മാറി തമിഴിലും ഗംഭീര വില കഥാപാത്രങ്ങൾ ചെയ്തിട്ട് മലയാളികൾക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ട് ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ക്യാരക്ടർ സെലക്ഷൻ ഒക്കെ നോക്കുമ്പോഴേക്കെങ്കിൽ കുറച്ചുകൂടെ വില്ലൻ, എനിക്ക് ഈ ക്യാരക്ടർ കുറച്ച് വില്ലനിസം ആവാം എന്നൊരിതായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു വില്ലനാണ്. അതിന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിനെപ്പറ്റി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന ക്യാരക്ടർ വേണം എന്നാണ്. അപ്പൊ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി നമ്മൾ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ അത്തരം ചില ക്യാരക്ടേഴ്സ് ക്ലിക്കായപ്പോൾ അതേ തരത്തിൽ തന്നെ ക്യാരക്ടേഴ്സ് വന്നേക്കാം. റിപ്പിറ്റേഷനാണ് മലയാള സിനിമയിൽ കുറേ കാലമായിട്ട്. അത് തുറന്നു പറയാതിരിക്കുന്നതിൻ്റെ അർത്ഥമില്ല. പക്ഷെ അത്തരം ക്യാരക്ടേഴ്സാണ് വന്നിരുന്നത്. അപ്പോൾ ഈവൻ ഞാൻ ചെയ്തൊരു നിങ്ങൾ പോർത്തോയിൽ എന്നുള്ള സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചെയ്ത ക്യാരക്ടർ എനിക്ക് പോലും സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ പോലും അങ്ങനത്തെ അതിൻ്റെ ഒരു സാമ്യമുള്ള ഒരു കഥാപാത്രം പോലും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ശരിക്കും ആ ഡയറക്ടറോട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം? അദ്ദേഹവും എന്താ അങ്ങനെ സിനിമകൾ കണ്ടിട്ടൊന്നുമില്ല. അയാൾ എൻ്റെ പറഞ്ഞു, നിങ്ങളുടെ മുഖമാണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ അയാൾ ഒരു നടനെ നോക്കിയിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ എന്നാണ് ആൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നത് ഡയറക്ടറെ ബ്രില്യൻസ് ആണ്. ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചെടുപ്പിക്കാത്ത അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടർ വരികയും അത് എന്നോട് അനുബന്ധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത തമിഴിൽ വേറെ സിനിമ ബ്ലഡി ബക്കർ എന്ന് പറയുന്നത് അതിൽ ത്രൂ ഔട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത അത് മൂന്നാമത്തെ റിലീസായത് വന്നത് മദ്രാസ് മാറ്റി എന്ന് പറഞ്ഞ സിനിമ. അത് നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന പോലത്തെയൊക്കെ ഭയങ്കര ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. വരുന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലർ 2 എന്ന് പറയുന്ന സിനിമയാണ്. രജനീകാന്ത് സാറിൻ്റെ ഒപ്പമുള്ള സിനിമയാണ്. സന്തോഷം. ജയിലർ 2 ഞെട്ടിക്കുന്നൊരു കഥാപാത്രം ഉദ്ദേശിക്കാല്ലേ? ജയിലർ 2 കഥാപാത്രം തന്നെ നല്ല കഥാപാത്രം തന്നെയാണ്. ഇതുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജയിലർ നമ്മൾ ഒരുപാട് മലയാളികളുണ്ട്. സുരാജ് ഉണ്ട്, നസീർ കോട്ടയുണ്ട്, അന്നാരാജനുണ്ട്, സുജിത് ശങ്കർ, ഒരുപാട് മലയാളി സാന്നിധ്യമുള്ള ഒരു സിനിമയാണ് ജയിലർ 2. എങ്ങനെയുണ്ടായിരുന്നു രജനി സാറിന്റെ കൂടെ? എല്ലാവരും പറയാറുണ്ട് രജനി സാറിനോട് സെറ്റിലെ എക്സ്പീരിയൻസ്. അതെല്ലാവരും പറയുന്നത് തന്നെ പറയട്ടെ. ഡൗട്ട് നമ്മളങ്ങനത്തെ ഒരു വ്യക്തിനെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എങ്ങനത്തെ ഇത്രത്തോളം എളിമയുള്ള ഒരു മനുഷ്യനാവുന്നുള്ള ഒരു വലിയൊരു പാഠം തന്നെയാണ് അദ്ദേഹത്തിനുള്ള നിമിഷങ്ങളൊക്കെ. അതേപോലെ ചേട്ടാ ഇപ്പൊ പറഞ്ഞ ഒരു കോമഡി ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി ഒരു വില്ലൻ കഥാപാത്രം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു സ്ട്രഗിൾ ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു? എനിക്ക് ഈ സ്ഥിരം കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് കഥാപാത്രം കിട്ടണം അല്ലെങ്കിൽ ചോദിക്കാമല്ലോ? തീർച്ചയായിട്ടും. അല്ല നമുക്ക് ആഗ്രഹിക്കാൻ പറ്റി പറഞ്ഞില്ലേ, നമുക്കെപ്പോഴും ഒരു നടൻ നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കാലശേഷവും അതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എല്ലാ നടന്മാരുടെയും ആഗ്രഹം. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്കത് പറ്റില്ല, ഞാൻ എന്നെ വില്ലൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ കോമഡി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ തരത്തിലുള്ള ഡ്രോബാക്സ് വരും. അപ്പോൾ നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ഇതാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് സ്വയം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ആക്ടർ. ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ നാടകരംഗത്ത് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓ താങ്ക് യു ചേച്ചി. നമസ്കാരം. ഇപ്പം ഒരുപാട് കോമഡി ഷോസ് ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് തമിഴിലെ ഷോസ് ആയാലും ശരി, ഒരുപാട് പ്രേക്ഷക കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് കഥാപാത്രം ചെയ്ത് പ്രേക്ഷക മനസ്സിലുള്ളതാണ്. പെട്ടെന്ന് ഒരു ദിവസം പ്രത്യേകം നമ്മുടെ സിനിമയിൽ വന്ന് ഞങ്ങളൊക്കെ ഞെട്ടിച്ചൊരു കഥാപാത്രം ഉണ്ട്. അപ്പം ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട് സിനിമയിൽ. എല്ലാവരും ആഗ്രഹം ഉണ്ടാവും സിനിമയിൽ, കാരണം ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇതേപോലെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പൊ അത് ആലോചിക്കുന്നുണ്ട് ആളുകൾ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഹൃദയപൂർവ്വത്തിൽ വന്നത്. കാരണം ഞാൻ ഒരു 7 വർഷത്തിന് മേളിലായി ഞാൻ അലിയൻസ് എന്ന് പറഞ്ഞൊരു സിറ്റ്കോം ചെയ്യുന്നത്.
ആദ്യം അമൃത TV-യിൽ 503 എപ്പിസോഡായപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കൗമുദിയിൽ ഇപ്പം 1200 എപ്പിസോഡായി. അപ്പം അളിയൻസിന്റെ ഭയങ്കര വലിയൊരു ആരാധകനാണ് സത്യനന്ദിക്കാട്. അപ്പൊ അങ്ങനെ അളിയൻസ് കണ്ടിട്ടാണ് എന്നെ ആ ക്യാരക്ടറിലോട് സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സാറിന് എൻ്റെ പേര് പോലും അറിയില്ല. എൻ്റെ ക്യാരക്ടർ ലില്ലി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ആ പേരാണ് സാർ ആദ്യമേ എന്നെ വിളിച്ചത്. അപ്പം സാർ അപ്പോഴും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് നിങ്ങളെയൊക്കെ വിളിക്കുമ്പം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു. അപ്പം സാർ എന്നിട്ട് ഫുൾ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്ന് 3 സീനാണുള്ളത്, ഫുൾ വീഡിയോ കോളാണ്. അപ്പൊ വീഡിയോ കോളിലാണെന്ന് വിചാരിച്ചിട്ട് സൗമ്യ വിഷമിക്കരുത്. അപ്പൊ എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം സത്യനന്ദിക്കാട് പോലത്തെ ആളുടെ ഒരു പടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായ പോലും എനിക്ക് സന്തോഷമാണ് സാറേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അഭിനയിച്ചപ്പോഴും എനിക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല ആ സിനിമയിൽ. ഞാൻ വീഡിയോ കോളിലാണ് അഭിനയിക്കുന്നത്. പക്ഷെ ഏറ്റവും ഒരു നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പം ഇവരൊക്കെ മോണിറ്ററൊക്കെ ആയിരിക്കുമല്ലോ, അവിടെയൊക്കെ ആയിരിക്കുമല്ലോ ഡയറക്ടേഴ്സ് ഇരിക്കുന്നത്. പക്ഷെ നമ്മള് സത്യനന്ദിക്കാട് ഇവിടെ ഇത്ര നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ സാർ ഇങ്ങനെ എൻ്റെ ഫേസിൽ നോക്കിയാണ് ഇരിക്കുന്നത്. ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഞാൻ ചോദിക്കും മതിയോ ഇങ്ങനെ മതി ഇത് മതി. അത്രയും ഇങ്ങനെ എനിക്ക് ഏറ്റവും ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഏറ്റവും സന്തോഷം തോന്നി സാർ ഇങ്ങനെ എത്ര അടുത്തിരുന്ന് നമ്മളെങ്ങനെ നോക്കുന്നു, നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പൊ ആ 3 സീൻ ഇപ്പൊ എന്നിട്ടും എനിക്ക് അത്ര വലിയ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പോലും എനിക്ക് അത്ര ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ വലിയതാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സീരിയസ്ലി. പക്ഷെ ട്രെയിലർ എനിക്ക് സാർ തന്നെയാണ് അയച്ചു തന്നത്. ട്രെയിലർ അയച്ചത് ഞാൻ അലിയൻസിന്റെ ലൊക്കേഷനിലായിരുന്നു. ഞാൻ ആരും കാണാതെ ഞാൻ പോയി ഒരു മൂലക്ക് പോകുന്നത് ഇങ്ങനെ ട്രെയിലർ നോക്കി ഇങ്ങനെ കുറച്ചിങ്ങനെ സീൻ ഇപ്പൊ എന്നെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ട്. ഞാൻ വിചാരിച്ചില്ല സാറേ കണ്ട്. പിന്നെയാണ് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ച് ഞാനുണ്ട് ട്രെയിലറിലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡിയും അതുപോലെ കോമഡി ഷോയിലൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. നമ്മൾ ചിലപ്പോൾ നേഴ്സാവും, ഡോക്ടറാവും, നമുക്ക് അങ്ങനെ എല്ലാ റോളുകളും നമുക്ക് ചെയ്യാം. പക്ഷെ അലിയൻസ് പോലത്തെ ഒരു സിറ്റ്കോമിൽ അഭിനയിച്ചു കഴിയുമ്പോഴാണ് എനിക്കൊരു പേര് അവിടെ വന്നത്. ലില്ലി എന്ന് പറഞ്ഞിട്ട് പേര് വന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ലില്ലി എന്ന് നമ്മുടെ ക്യാരക്ടർ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഹൃദയപൂർവ്വത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒളിച്ചുകൂടിയ രജനിയല്ലേ എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പാപ്പച്ചനൊളിവിലാണ്, നുണക്കുഴി, ദിവസം അങ്ങനെ ഒരു കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച ഒരാളാണ്. കാരണം പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ നേരത്തെ ചോദിച്ച പോലെ ഞാൻ അങ്ങനെ അലഞ്ഞിട്ടില്ല. കാരണം അത് നമുക്കത് ഇതായിട്ടല്ല. നമുക്കൊരു മാസത്തിലൊരു 15 ദിവസം അളിയൻസ് ഉണ്ട്. അപ്പൊ എനിക്കൊരു മോനുണ്ട്. അപ്പൊ 15 ദിവസം അവനെ ഇട്ടിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോയി നിൽക്കണം. പിന്നെ ബാക്കിയുള്ള ദിവസം കോമഡി ഷോ ഉണ്ട്, പിന്നെ ഇതുപോലുള്ള നമുക്ക് സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. ഹൃദയപൂർവ്വം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇനി അങ്ങനെ പാടില്ല. നമ്മൾ ഇതിലേക്ക് കുറേയും കൂടെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം എനിക്ക് കിട്ടിയത് ഈ സിനിമ ഉൾപ്പെടെ എൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്തു, അതേപോലെ ആളുകൾ തിരിച്ചറിയുന്ന ചെറിയൊരു കാര്യമില്ല. ഇപ്പം ഒരുപാട് ബിസി ആകുമ്പോഴേക്കും നമ്മൾ ചെയ്തുകൊണ്ട് വന്നൊരു കാര്യം നമുക്ക് പഴയ എൻഗേജ് ആകാൻ പറ്റി വരത്തില്ല. അപ്പൊ ഈ കൃതിപരത്തിന് ശേഷം പുതിയ സിനിമകളൊക്കെ വരുന്നു. പുതിയ സിനിമ സത്യൻ സാറിന്റെ മോന്റെ അഖിൽ സത്യൻ സാറിന്റെ നിവിൻ പോളിയുടെ ഒരു പടം ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മളുടെ ഈ പടം, പിന്നെ കംപ്ലീറ്റ് ഡ്രോണിലുള്ള ഒരു സിനിമ ചെയ്തു. അത് ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോണിലാണ്. അത് നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണികണ്ഠൻ ആചാര്യ നായകനായിട്ടുള്ളൊരു പടം ചെയ്ത്. പിന്നെ ഇനി അടുത്തത് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് എനിക്കത് പറയാൻ തന്നെ പേടിയാണ്. കാരണം ദൃശ്യം 3-ലാണ് എന്നെ ഇനി വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഡേറ്റ് പറഞ്ഞു, പിന്നെ ലാലേട്ടൻ അവാർഡൊക്കെ കിട്ടി, അങ്ങനെ ആ ഡേറ്റ് ഒക്കെ മാറി. പിന്നെ ഇപ്പോൾ 1-ാം തീയതി പറഞ്ഞു, ആ ഡേറ്റ് മാറി. ഇനി എനിക്ക് പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹൃദയപൂർവ്വം പോലും ഞാൻ ട്രെയിലറിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം നമ്മള് ഉണ്ടോ ഇല്ലോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ ജയദേവ് പറഞ്ഞ പോലെ ചെന്നിരുന്നിട്ട് നമ്മളില്ലെങ്കിൽ തീർന്നില്ല. അപ്പൊ അതുപോലെ ഇനി ദൃശ്യം 3-ആണ് ഇനി എനിക്ക് ഷൂട്ടുള്ളത്. അറിയില്ല, എനിക്ക് അതാണ് ആഗ്രഹം. എന്നുവെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ
എല്ലായിടത്തും പോയി പറയും ഞാൻ ശരിക്കും ലാലേട്ടൻ ഇല്ലാതെയാണ് ഞാൻ അഭിനയിച്ചത് വീഡിയോ കോളിൽ. പക്ഷെ ഉറപ്പായിട്ടും ലാലേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആണ് ലാലേട്ടൻ തിരിച്ച് എക്സ്പ്രഷൻ ഇട്ടേക്കുന്നത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും എന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ദൃശ്യം 3 അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. മീനാക്ഷി, ഈ സിനിമ എത്രത്തോളം ഇപ്പൊ നമ്മൾ ഒരുപാട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കഴിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യണം, ചെയ്താൽ പെർഫെക്റ്റ് ആകും, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്താൽ എത്രത്തോളം ആളുകൾക്ക് എത്തും എന്നൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴും ഒരു ഗ്രാഫിക് ചെയ്യുന്നുണ്ടാവും. ഇതിലെ കഥാപാത്രം എത്രത്തോളം ഉണ്ട്? അതിന് മുന്നേ ചേച്ചിയുടെ ഇത് കേട്ടോണ്ട് പറയുന്നത് നല്ല രസമുണ്ട് ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. ഞാനതിങ്ങനെ കേട്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ജൂനിയർ ജേർണിയിലേക്ക് വരുമ്പോൾ ചേട്ടനിപ്പം ചോദിച്ചതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു അങ്ങനെ വേണോ വേണ്ടയോ എന്നങ്ങനെ ഒന്നും കൂടി എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നില്ല. കാരണം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് വളരെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നിട്ടുള്ള ക്യാരക്ടറാണോ. അങ്ങനെ വരുമ്പോഴാണോ നമ്മളൊന്നുകൂടി ചിന്തിക്കുക നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ, എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് വരില്ല എന്നുള്ളത് വരുന്നത്. പക്ഷെ ജൂനിയർ ജേർണി അങ്ങനെ ആയിരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് കഥ കേൾക്കുമ്പോഴായാലും ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായാലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു തീർത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. മീനാക്ഷി, അതുപോലെ ഇപ്പം കേരള സ്റ്റേറ്റ് അവാർഡ്സുകളെല്ലാം പ്രഖ്യാപിച്ചു. അപ്പം അതിനകത്ത് പറയുന്നത് ഇപ്പം മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കായിട്ട് ഒരു സിനിമ പോലും ഇല്ല എന്നാണ്. പക്ഷെ അതേപോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ച ചെയ്യുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലത്തെ സിനിമ ഇറക്കി. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സൊസൈറ്റി തന്നെ പല സ്കൂളുകളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ്. അതുപോലെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പം അവാർഡുകൾക്ക് ഒരു മൂല്യമില്ല എന്നുള്ളവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അവാർഡുകൾക്ക് മൂല്യമില്ലാതെ എനിക്ക് ഒരിക്കലും ഒരു അഭിപ്രായമില്ല. പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഈ വിഷയത്തെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള അറിവാണുള്ളത്. ഇപ്പോൾ പറയുന്ന പോലെ ന്യൂസ് വഴിയൊക്കെ കണ്ടുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിനെ പറ്റി അങ്ങനെ സംസാരിക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നമ്മളത് അഡ്രസ്സ് ചെയ്തു. ഇനി ജൂറിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മറുപടി വരാതിരിക്കില്ല. അത് എന്തായാലും അവരുടെയും കൂടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരഭിപ്രായം പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മീനാക്ഷി, അതുപോലെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മാത്രമല്ല സോഷ്യൽ റെലവൻസ് ഉള്ള സിനിമകളും ആണ് സിനിമ, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുന്നതാണ് സിനിമ. അപ്പം ഇപ്പൊ ലാസ്റ്റ് ഞാൻ കണ്ടത് പ്രൈവറ്റ് ഗംഭീര സിനിമയായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിട്ട് ഒരു അത്യാവശ്യം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തൊരു ഫിലിമാണ്. അപ്പം അതേപോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഇല്ല ആളുകളിലേക്ക് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രൈവറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടനത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം. കാരണം പ്രൈവറ്റ് വന്ന് കണ്ടതിന് ശേഷം സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ തന്നെ ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം പ്രൈവറ്റ് വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. കാരണം അതിന് ഒരു വലിയ പ്രൊമോഷനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് ഈ പറയുന്ന സെൻസർ ബോർഡിൻ്റെയൊക്കെ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടും അതിൻ്റെ സീനും കാര്യങ്ങളും എല്ലാം ഒരുപാട് കട്ട് ചെയ്യപ്പെടേണ്ടി വന്നതുകൊണ്ടും ഒക്കെ അതിൻ്റെ റിലീസ് ഡേറ്റും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് പ്രൈവറ്റ്. അപ്പം ഇനി അത് എല്ലാവരെയും പോലെ ഞാനും അത് OTT വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഈ പറയുന്ന പ്രേക്ഷകർ അതിന് റെസ്പോൺസ് തരുന്നില്ല എന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, അത് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല. ആക്ച്വലി പ്രൈവറ്റ് ഇറങ്ങുന്ന, അതായത് അങ്ങനെ ഒരു സിനിമയുണ്ട്, ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ് എന്നുള്ളത് സിനിമയിലേക്ക് കൂടെ ഉത്തരവാദിത്തമാണ് ഇത് അറിയിക്കുക, ആൾക്കാരെ അറിയിക്കുക എന്നുള്ളത്. അപ്പം അത് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ പറ്റുന്നുണ്ട്. ഇപ്പം അത് വാർത്തകളിലായാലും ഒക്കെ അത്യാവശ്യം ന്യൂസ് ചാനലിലും ഒക്കെ വന്ന് നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അതില് പിന്നെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് ഇതാണ് എന്നൊക്കെയുള്ളത് നമുക്കൊരു ധാരണ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ആൾക്കാർ സിനിമയായിട്ട് എന്നെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പ്രൈവറ്റ് കണ്ടിട്ടില്ല, ഞങ്ങൾ OTT വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അവർക്ക് വേണ്ടി ഞാനും കൂടെ വെയിറ്റ് ചെയ്യുന്ന ആളാണ്. ഇത് OTT വരാനും അങ്ങനെ ഒരുപാട് പേര് കാണാനും പ്രേക്ഷകരിലേക്ക് എത്താനും എന്നിട്ട് അഭിപ്രായങ്ങൾ കേൾക്കാനും ഞാനും വെയിറ്റ് ചെയ്യാണ്. ബ്രോ, ആദ്യമൊക്കെ നമ്മൾ എല്ലാ ഗ്യാങ്ങിലും കണ്ടുവരുന്ന ഒരു കഥാപാത്രമായിരുന്നു, ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എല്ലാ കുത്തിരിക്കും നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള കഥ. ഇതിൽ കുറച്ചുകൂടെ മാസ് സീനുകളുള്ള ഒരു ലെവലിലോട്ടാണ്. വില്ലനല്ല, സസ്പെൻസ് ഞാൻ കൂടുതൽ പറയുന്നില്ല, കഥയിലോട്ട് കടക്കുന്നില്ല. കാരണം അത് സിനിമ കാണുന്ന ഓഡിയൻസിന്റെ ഒരു ഫീലിംഗ്. അപ്പോൾ ഇതിൽ മാസ് സീൻസ്, അതായത് ഈ ആ വരുന്ന സീക്വൻസിൽ എന്നെ കാണിക്കുന്ന സീക്വൻസിൽ ആ സീൻ വൈസിൽ ഞാനാണ് മാസം. പിന്നെ നമ്മുടെ ഈ
ഗണപതിനെയൊക്കെ കാണിക്കുന്ന പോലെയുള്ള ഒരു പഞ്ച് സീക്വൻസ് ആണ് എനിക്ക് ഡയറക്ടർ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനത് കൂടുതൽ ഞാൻ പറയുന്നില്ല. കാർത്തി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഹീറോയെക്കാളും കൂടുതൽ സീൻസ് എനിക്കാണ്. അങ്ങനെ ഒരു പഞ്ചിനാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഗംഭീരമാവട്ടെ. മലയാള സിനിമയിൽ വരട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു. മീനാക്ഷി കഴിഞ്ഞ ദിവസം ശാസ്ത്രബോധത്തെ പറ്റി പറഞ്ഞൊരു ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇങ്ങനെയായിരുന്നു: യുക്തിബോധമില്ലാത്ത ന്യൂജൻ വീടുകൾക്കിടയിൽ വേറിട്ടൊരു ചിന്താഗതിയുള്ളൊരു കുട്ടി. അതൊരു വലിയ പ്രതീക്ഷയാണ് വളർന്നിരുന്നത്. ശരിക്കും മീനാക്ഷിക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ വായനയിൽ നിന്നാണ്? ഇത്തരത്തിലുള്ള അറിവ് എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മളത് തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം. ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തപ്പി നടക്കുമല്ലോ, ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എവിടെ നിന്നും കിട്ടുന്നതല്ല. മീനാക്ഷി ദൈവവിശ്വാസിയാണോ? ജൂനിയേഴ്സിന്റെ പ്രസ് മീറ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, എന്നോട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാരണം ഇപ്പം എസൻസിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് അതിന്റെ താഴെ വന്ന കമന്റ്സിനെ പറ്റിയാണ് ചേച്ചി പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിരുന്ന ആളല്ല. ഈ അടുത്താണ് ഞാൻ 1-2 പോഡ്കാസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഇത്തരം കമന്റ്സ് വരികയും ഞാൻ എൻ്റെ ചിന്തകളെല്ലാം FB കൂടെ ആണെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സയൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംശയവും ആശങ്കയും ഒക്കെ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ളൊരു വിഷയം. പക്ഷെ അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ടൊരു പോസ്റ്റ് FB-യിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, ഏത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് റാഷണൽ ആണ് എന്നതാണ് ഉത്തരം എന്നാണ്. അതൊന്ന് വായിച്ചു നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. സന്തോഷം. യൂണിവേഴ്സിറ്റി റിലീസിന് തീയതി നിശ്ചയിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് വരേണ്ടത്. അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ സെൻസർ നമുക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് നവംബറിൽ തന്നെ റിലീസിന് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രസ് മീറ്റ് നടക്കുന്നത്. അപ്പോൾ നവംബറിൽ തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ മോഹൻ ചേട്ടനോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയിട്ട് കൂടി വന്നിട്ടുള്ള അദ്ദേഹം ഇവിടെ ശ്രീ മോഹൻ ചേട്ടൻ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ OTTയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടക്കുന്നത്. തിയേറ്ററിലേക്ക് എത്ര തിയേറ്ററിലേക്ക് വരണം, അതുപോലെ ആ രീതി വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രചരണ മാധ്യമങ്ങൾ പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നത്തെ യൂത്ത് അത്ര കണ്ട് സോഷ്യൽ മീഡിയയെ വിശ്വസിക്കുന്നുണ്ട്, അവരാഹ്ലാദിക്കുന്നുണ്ട്. അവരുടെ ചിന്തകളും അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ യൂത്തിൻ്റെ സിനിമയാണത്. അപ്പോൾ തീർച്ചയായിട്ടും സീനിയേഴ്സ് ആയിട്ടുള്ള വിജയരാഘവൻ കുട്ടേട്ടൻ ഉൾപ്പെടെ സുധീരേട്ടൻ ഉൾപ്പെടെ സുനിലേട്ടൻ ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് അഭിനയിച്ചുള്ള സിനിമയാണ്. വളരെ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇത് യൂത്തിൻ്റെ സിനിമയാണ്, ജൂനിയേഴ്സിൻ്റെ സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ പ്രചരണം ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഈ നവംബറിൽ തന്നെ റിലീസ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനയോടെ തന്നെ കാത്തു നിൽക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. നല്ല സിനിമകൾ ഒരിക്കലും മലയാളം കൈവിട്ടിട്ടില്ല, എല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയും ജൂനിയേഴ്സ് ജേർണി നല്ലൊരു സിനിമയെ മാറട്ടെ, വലിയൊരു ഇതൊരു സക്സസിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആശംസകൾ നന്ദി അറിയിക്കുന്നു.